കർത്തൃനാമത്തിൽ വിശുദ്ധന്മാരായ എല്ലാവർക്കും വന്ദനം. എൻ്റെ പേര് കുരുള വർഗീസ്. GTR പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. രാജകീയ പുരോഹിതവർഗം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നാം ചില നാളുകളായി ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം ഇപ്പോൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെയുള്ള രാജകീയ പുരോഹിതവർഗം. പഴയ നിയമ വിശുദ്ധന്മാർ കൊടുക്കപ്പെട്ട അക്ഷരിക അലങ്കാര വസ്ത്രങ്ങളും പുതിയ നിയമത്തിൽ വിശുദ്ധന്മാർ ധരിക്കേണ്ട ആത്മീയ അദൃശ്യ അലങ്കാര വസ്ത്രങ്ങളും തമ്മിലുള്ള താരതമ്യമാണ്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് ദൈവദാസീദാസന്മാരാകുന്ന വിശുദ്ധ രാജകീയ പുരോഹിതവർഗം എന്തെല്ലാം വിടേണം, എന്തെല്ലാം എടുക്കണം. ഇപ്പോൾ നാം പഠിക്കുവാൻ പോകുന്നത് ചില വിഷയങ്ങളെ ആത്മീയമായി മരിപ്പിക്കേണ്ടതുണ്ട്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ്. മരിപ്പിക്കുക എന്നതിന് ഇംഗ്ലീഷിൽ കാണുന്ന പദം മോർട്ടിഫൈ എന്നത്രേ. ഈ പദത്തിൻ്റെ അക്ഷരികർത്ഥം ഇന്ദ്രിയ നിഗ്രഹം ചെയ്യുക എന്നാകുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ മരിപ്പിക്കുക. സബ്ഡ്യൂ ബൈ സെർവറൈറ്റീസ് ആൻഡ് പെനൻസ്. പ്രാർത്ഥനയാലും ഉപവാസത്താലും അവയെ നിർജീവമാക്കുക. വെക്സ് ഇൻ എ ഹ്യൂമിലിയേറ്റിംഗ് വേ. ഇനിയും അവ തുടർന്ന് വരുവാൻ പരിശ്രമിച്ചാൽ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ധ്യാനിച്ചും ഏകാഗ്രതയോടും കൂടെ പണ്ട് മരിപ്പിച്ചതിനെ ലജ്ജിപ്പിക്കുക. അങ്ങനെ തുടർമാനമായി ചെയ്താൽ ക്രമേണ ആ മരിപ്പിക്കപ്പെട്ട ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മെ വിട്ട് എന്നേക്കുമായി അകലും. തന്നെയുമല്ല, തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് തമസ്കാരം കൊണ്ട്, തമശ്ചര്യ കൊണ്ട് ശരീരത്തെ പീഡിപ്പിക്കുക എന്നൊക്കെയാണ് ഈ മോർട്ടിഫൈ എന്ന വാക്കിൻ്റെ അർത്ഥം. അതായത് ഒരുവനിൽ കുടികൊള്ളുന്ന അനാത്മീകവും അരുതാത്തതും സാമൂഹിക വിരുദ്ധവുമായ വികൃത സ്വഭാവ ദോഷങ്ങളെ ഉപവാസത്താലും പ്രാർത്ഥനയാലും മരിപ്പിച്ച് നിഗ്രഹിച്ച് പ്രവർത്തനരഹിതമാക്കുക എന്നു തന്നെ. ഒരിക്കലും ആത്മീയ പ്രവൃത്തിയും ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുകയില്ല. ഈ അർത്ഥത്തിൽ ഒരിക്കൽ പ്രവർത്തനരഹിതമാക്കിയ വികൃത സ്വഭാവങ്ങളെ വീണ്ടും ജീവൻ പ്രാപിപ്പിച്ചാൽ ആ വ്യക്തിയുടെ പിന്നീടുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് കർത്താവ് തമ്പുരാൻ തന്നെ തിരുവായി മൊഴിഞ്ഞ തിരുവചനത്തെ കൂടെ ഇത്തരണത്തിൽ ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. അശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിന്ന് പുറപ്പെട്ട ശേഷം, അവനിൽ നിന്ന് പുറപ്പെട്ടു പോയ ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. അപ്പം പിശാചിന് പോലും ഇഷ്ടമുള്ളത് നീരുള്ളതും തണുത്തതുമായ പ്രദേശങ്ങളാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇവയെ വിട്ടുകഴിഞ്ഞ ശേഷം പിശാചിനെ അധിവസിപ്പിക്കുവാൻ അവന് വസിക്കത്തക്ക യോഗ്യതയുള്ള തണുപ്പും നീരുമൊന്നും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കരുത് എന്നാണ് അർത്ഥം. അപ്പോൾ പിശാച് എന്ത് ചെയ്യുന്നു? ഞാൻ പുറപ്പെട്ടു പോന്ന വീട്ടിലേക്ക്, ഭവനത്തിലേക്ക്, ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അശുദ്ധാത്മാവ് പറയുന്നു. ഉടനെ അവൻ വന്നു. ആ വീട് ഒഴിഞ്ഞു കിടക്കുന്നതും, അവൻ കാലി ചെയ്തു പോയ ഹൃദയമുണ്ടല്ലോ, ഒഴിഞ്ഞു കിടക്കുന്നതും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ, അതായത് അശുദ്ധാത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഒരുവനിൽ നിന്ന് അന്ധകാര ശക്തി വിട്ടുപോകുമ്പോൾ ദൈവം അവൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. ആ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ ദൈവാത്മാവിനെ വസിപ്പിച്ചില്ല എങ്കിൽ അവൻ്റെ ഹൃദയം വീണ്ടും ശുദ്ധീകരിക്കപ്പെടുന്നു. വിട്ടുപോയ പിശാച് അവിടെ വീണ്ടും 7 ആത്മാക്കളെയും കൂടെ, ദുഷ്ടാത്മാക്കളെയും കൂടെ കൊണ്ടുവന്ന് അവിടെ കയറി കുടിപാർക്കുന്നു. ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പലത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും എന്ന് മത്തായി സുവിശേഷത്തിൽ 12-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളും, പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലും എഴുതിയിരിക്കുന്നു. അതുകൊണ്ടാണ് പൂർവ്വകാലങ്ങളിൽ സാമ്രാജ്യ സ്ഥാപകന്മാരായ ചക്രവർത്തിമാരോ രാജാക്കന്മാരോ
ഒരു ഗ്രാമത്തെയോ പട്ടണത്തെയോ പിടിച്ചടക്കി ശത്രുക്കളെ നിഗ്രഹിച്ച ശേഷം അവരുടെ രാജ്യത്തിലെ സിറ്റിസൻസിനെ കൊണ്ടുവന്ന് അവരുമായി കൂറുള്ള വ്യക്തികളെ അവിടെ അധിവസിപ്പിക്കുന്നത്, അവരുടെ ശക്തികളെ തോൽപ്പിച്ച ശേഷം ആരും ഇല്ലാതെ പോയാൽ അവിടെ തോറ്റുപോയവർ പിന്നെയും വന്നവിടെ താമസിക്കും. ഇതാണ് ലൂക്കോസ് യവനക്കാരുടെ പാരമ്പര്യത്തിൽ 11-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ താല്പര്യം. ആകയാൽ അത്രേ അശുദ്ധവും അനാത്മീയവും ജഡികവുമായ ദോഷപ്രവൃത്തികൾ, അനാത്മീയ വസ്ത്രങ്ങൾ ഒരിക്കൽ ഉരിഞ്ഞു കളഞ്ഞ് പുതുസൃഷ്ടിയായി ആത്മീയ ജീവിതം ആരംഭിച്ചവർ അവയെ വീണ്ടും അണിയരുതെന്നും, വേണ്ടെന്ന് പറഞ്ഞവയെ വീണ്ടും അണിയരുതെന്നും അവയോട് ചേർത്ത് പുതുവസ്ത്രം ധരിക്കുകയും ചെയ്യരുത് എന്ന് തിരുവചനം ആരാധിക്കുന്നത്. വിട്ടുപോയ വിഷയവും പുതുതായി എടുത്ത വിഷയവും ഒന്നിച്ച് അണിയരുത്, പോകരുത്, ചിന്തിക്കരുത് എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഉദാഹരണം, മദ്യം ഒരു ജഡത്തിൻ്റെ ദോഷവശമാണ്. അത് കുടിക്കുന്നവർ, പാനം ചെയ്യുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. അങ്ങനെയുള്ളൊരു വ്യക്തി അത് വേണ്ട എന്നുള്ള രീതിയിൽ മുൻപോട്ട് വന്നു. കുറച്ച് ദിവസങ്ങൾ പാർത്തു, വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകവും പ്രാപിച്ചു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ അവൻ മറ്റേതും പാനം ചെയ്യുവാൻ തുടങ്ങുന്നു. അത് രഹസ്യമായോ പരസ്യമായോ ഒക്കെ കുടിക്കുവാൻ അവൻ ലജ്ജിക്കുന്നില്ല. പിന്നീട് സഭായോഗങ്ങളിലും വന്നു ആരാധന സന്ദർഭത്തിൽ കൈകൊട്ടി പാടുകയും അന്യഭാഷ ഒക്കെ പറയുകയും ചെയ്യാറുണ്ട്. ഇത് ആത്മീയ പ്രവൃത്തിയല്ല. ഇങ്ങനെയുള്ള വ്യക്തികളുമായി ദൈവമക്കൾ, സഹോദരനെന്ന് വേർപെട്ട ഒരുവൻ ഇவ்வித പ്രവൃത്തികൾക്ക് പോയാൽ അവനെ ദശാംശവും സ്തോത്ര വഴിപാടും സ്ഥാനവും മാനവും നോക്കി സഭയിൽ നിർത്തുകയല്ല ചെയ്യേണ്ടത്, അവനെ സഭയിൽ നിന്ന് വിടർത്തുകയാണ് ചെയ്യേണ്ടത്. അവനുമായി കൂട്ടായ്മ ആചരിക്കരുത്. ആകയാൽ ഒരാത്മീയ രാജകീയ പുരോഹിതവർഗം ആകണമെന്ന് ആഗ്രഹിച്ച് അവർ ധരിക്കണമെന്ന് തിരുവചനം ഉപദേശിക്കുന്ന സർവായുധവർഗം ധരിക്കുന്നതിന് മുൻപ് മരിപ്പിക്കേണ്ടതും ഉരിഞ്ഞു കളയേണ്ടതുമായ ജഡത്തിൻ്റെ പ്രവൃത്തികൾ തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അവ എന്തെല്ലാം എന്ന് നോക്കുക. 1. ദുർനടപ്പ്. 2. അശുദ്ധി. 3. അതിരാഗം. 4. ദുർമോഹം. 5. വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. അടുത്തത്, ആത്മാവിനാൽ ജഡത്തിൻ്റെ, ശരീരത്തിൻ്റെ പ്രവൃത്തികളെ വിട്ടുകളയുക. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 13-ാമത്തെ വാക്യം. ജഡത്തിൻ്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്തെല്ലാം ആകുന്നു എന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അരുതാത്ത, കാണപ്പെടാത്ത വിശേഷങ്ങളാണ്, ദുഷ്ടതകളാണ് ഇവ എന്ന് മറന്നുപോകരുത്. അവ എന്തെല്ലാം ആകുന്നു എന്ന് നോക്കുക. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ഭാര്യഭർത്തൃ സംശയം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് എന്നിവ തന്നെ. ഒരിക്കൽ കൂടെ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും വേദപുസ്തകം കയ്യിലുണ്ടല്ലോ. 15 കൂട്ടം കാര്യങ്ങളാണ് വിശുദ്ധ പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നിവ മരിപ്പിച്ച ശേഷം ആത്മാവിൻ്റെ സർവായുധവർഗം ധരിക്കാവൂ. ഇവയെ കളഞ്ഞ ശേഷം, ഇവയെ കൊന്ന ശേഷം, ഇവയെ ബലഹീനപ്പെടുത്തിയ ശേഷം, ഇവയെ ലജ്ജിപ്പിച്ച ശേഷം മാത്രമേ ആത്മാവിൻ്റെ സർവായുധവർഗം ധരിക്കാവൂ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം, ചിലതെന്നല്ല, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ അവൻ പുതുവ്യക്തിയായി തീർന്നിരിക്കുന്നു. അടുത്തത് ശ്രദ്ധിക്കുക. വിട്ടുകളയേണ്ടവ എന്തെല്ലാമാണ്? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. കോപം, ക്രോധം, ഈർഷ്യ, ദൂഷണം, ദുർഭാഷണം. കോപം വിട്ടുകളയണം, ക്രോധം വിട്ടുകളയണം. എന്താണ് ഈ ക്രോധം എന്ന് പറഞ്ഞാൽ? ദൈവവചനത്തിൻ്റെ അന്തസത്ത ദൈവദാസീദാസന്മാരോ വിശ്വാസികളോ പ്രബോധിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന് കോപം കാണിക്കുക, അവിടെ ഇരുന്ന് മുരളുക, അവിടെ ഇരുന്ന് ക്രോധം വെളിപ്പെടുത്തുക. അതിനുദാഹരണമാണ് രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 5-ാം അധ്യായത്തിൽ, നീ പോയി യോർദാനിൽ കുളിച്ച ശേഷം
നിന്റെ ഭവനത്തിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ നയമാൻ ക്രുദ്ധിച്ചു. ഇതുപോലെ ക്രുദ്ധത വെളിപ്പെടുത്തുന്ന പലരും ഇന്നത്തെ ആത്മീയ കോളത്തിൽ സഭായോഗങ്ങളിലും കോട്ടേജ് മീറ്റിങ്ങുകളിലും ഇരിക്കുന്നത് കാണാം. അത് ചെയ്യരുത്, വിട്ടുകളയേണ്ടവയാണ്. വിശ്വാസികൾ, രാജകീയ പുരോഹിതവർഗം ഊരിക്കളയേണ്ടവ എന്തെല്ലാമാകുന്നു എന്ന് ശ്രദ്ധിക്കുക. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഉരിഞ്ഞു കളയേണ്ടവ എന്തെല്ലാമാണ് എന്ന് നോക്കുക. നിങ്ങളുടെ പഴയ മനുഷ്യനെ. എഫെസർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ എന്തെല്ലാമാണ് ധരിക്കേണ്ടത് എന്ന് 4-ാമത്തെ അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങൾ കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായ സൃഷ്ടി ആക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഓരോ ദിവസവും ഓരോ നിമിഷവും അത് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനുനിമിഷം ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നീ സൽഗുണങ്ങളെ ധരിക്കുക. കൊലോസ്യർ 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. എല്ലാറ്റിനും മീതെ വാത്സല്യ സഹോദരിമാർ സൽവാർ കമ്മീസ് ധരിച്ച ശേഷം മുകളിൽ ഒരു ദുപ്പട്ട ഇടുന്നത് പോലെ പുരുഷന്മാരൊരു സൂട്ടെല്ലാം ധരിച്ച ശേഷം പോക്കറ്റിൽ എല്ലാവരും കാണത്തക്കണ്ണം ഒരു തുണ്ട് തുണി വയ്ക്കുന്നത് പോലെ എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുക. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ക്രിസ്തുവിൻ്റെ സഭ ദൈവത്തിൻ്റെ സൈന്യവും പടയാളികളും എന്ന അവസ്ഥയിൽ ധരിക്കേണ്ട സർവായുധവർഗം എഫെസർ 6-12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. 1. അരയ്ക്ക് സത്യം, നീതി എന്ന കവചം, കാലിന് സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം ചെരുപ്പ്, വിശ്വാസം എന്ന പരിച, രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ, ആത്മാവിൻ്റെ പ്രാർത്ഥനയും ജാഗരണവും പൂർണ്ണസ്ഥിരതയും. 7 കൂട്ടം വിഷയങ്ങളാണ് ആത്മീയ പടയാളികൾ ധരിക്കേണ്ടത്. ഇവയെല്ലാം ലേവ്യ പുരോഹിതന്മാർ അവരുടെ ശുശ്രൂഷാവേളയിൽ ധരിച്ചിരുന്ന സാധാരണ വസ്ത്രം മാറി പുരോഹിത വസ്ത്രം, അതായത് പുറപ്പാട് പുസ്തകം 28:1 മുതൽ 5 വരെയും 40-ാമത്തെ വാക്യത്തിലും ധരിച്ച് ആലയത്തിലെ ശുശ്രൂഷകൾക്ക് പ്രവേശിക്കുന്നു എന്ന പോലെ രാജകീയ പുരോഹിതവർഗമാകുന്ന പുതിയ നിയമസഭാ ശുശ്രൂഷകന്മാരും വിശ്വാസികളും സദാസമയവും ശുശ്രൂഷ ചെയ്തുകൊണ്ടേ ഇത് ധരിച്ചുകൊണ്ടേ നിലകൊള്ളുക. ഇതാകുന്നു പുതിയ നിയമ ലേവ്യ പുരോഹിതന്മാരുടെ, പുതിയ നിയമ രാജകീയ പുരോഹിതന്മാരുടെ പ്രാകാരത്തുള്ള ശുശ്രൂഷകൾ. അത് പഴയ നിയമത്തിലെ നിഴൽ. നാം പഠിക്കുന്നത് പുതിയ നിയമത്തിലെ ശുശ്രൂഷകൾ. ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9, 17-ാം അധ്യായം 11-ാമത്തെ വാക്യവും ദയവ് ചെയ്ത് വായിച്ച് ധ്യാനിക്കുക. ദൈവത്തിന് സ്തോത്രം. വിഷയം തുടരുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്തത് ഒരു പ്രധാന വിഷയമാണ് പ്രാകാരവും ഉപകരണങ്ങളും, ആരാധന സ്ഥലവും അതിലെ ഉപകരണങ്ങളും. തുടർന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, വിശുദ്ധന്മാരായ ദൈവമക്കൾക്ക് അങ്ങയെ സ്തുതിക്കുന്നു. അവരെ എല്ലാവരെയും അനുഗ്രഹിച്ച് തിരുവചനം ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിപ്പാനും ജീവിക്കേണ്ടതുപോലെ ജീവിപ്പാനും അടിയങ്ങൾക്ക് കൃപ തരുമാറാകണം. എല്ലാവരെയും ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ച് തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ.